ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ കിടുവാണ് കേട്ടോ. ഈ വേദയ്ക്ക് ചിക്കൻ ബോക്സ് വരുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ. അങ്ങനെ പത്മ ഇങ്ങനെ പൊട്ടിക്കരയാണ്. പത്മ പറയുകയാണ്, എൻ്റെ മകനെ ഞാൻ എങ്ങനെ വളർത്തിയത്, എൻ്റെ 2 പെൺകുട്ടികളെയൊക്കെ കൂടുതൽ സ്നേഹിച്ച് വളർത്തിയ അവൻ കണ്ടില്ലേ എനിക്കിട്ട് തിരിച്ച് പണിയുന്നേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. എന്നാൽ അവൻ സ്വന്തം അമ്മയെ ഷോക്കടിപ്പിക്കാൻ നോക്കി എന്നൊക്കെ പറയുമ്പോൾ യതീന്ദ്രൻ പറയണേ, നിനക്കെന്താ വട്ടാണോ, നീ ഒന്ന് ബുദ്ധിപരമായി ചിന്തിക്കുക. ഒരു കമ്പനിയെ മൊത്തത്തിൽ കൊണ്ട് നടക്കുന്ന നീ ഇങ്ങനെ ബുദ്ധിയില്ലാത്ത സംസാരിക്കല്ലേ, ഒരു CEO അല്ലേ, തനിക്ക് എന്തത്ര ബുദ്ധിയില്ലാതായി പോയി. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ പത്മ ചോദിക്കുക, എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതെ, 2 മെഷീനല്ലേ അവിടെ ഉണ്ടായിരുന്നത്, ഒരു മെഷീൻ നീ ഓണാക്കുക, ഒരു മെഷീൻ ഈ പറയുന്ന നന്ദിനി ഓണാക്കുക എന്ന നിലപാടായിരുന്നല്ലോ. അതിൽ നീ ഓണാക്കേണ്ട മെഷീൻ നീ ഓണാക്കി, എന്നാൽ നന്ദിനി ഓണാക്കേണ്ട മെഷീൻ നന്ദിനി ഓണാക്കാൻ വരുമ്പോൾ നീ അവളെ ഓണാക്കരുതെന്ന് കരുതി തട്ടിമാറ്റി നീ അതിലോട്ട് കയറി വന്ന് ചോദിച്ചു വാങ്ങിയതല്ലേ. അപ്പോൾ അതിനർത്ഥം എന്താ? സൂര്യ പറഞ്ഞത് കാര്യമുണ്ട്. ഈ പറയുന്ന മെഷീനിൽ ആരോ നന്ദിനിയെ കൊല്ലാൻ മനഃപൂർവ്വം ഷോക്ക് വെച്ചതെന്ന് നിനക്ക് മനസ്സിലായില്ലേ. നീ ഒന്ന് ബുദ്ധിപരമായി ചിന്തിക്കുക. ഇപ്പോൾ നിനക്ക് നന്ദിനിയോടുള്ള വെറുപ്പും അതുപോലെ തന്നെ നന്ദിനിയെ സപ്പോർട്ട് ചെയ്യുന്ന സൂര്യയോടുള്ള വെറുപ്പും കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്നാൽ നീ ഒരു നല്ലൊരു ബുദ്ധിയോടുകൂടി നീ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിന് ഉത്തരം കിട്ടുമെന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന പത്മയ്ക്ക് എന്തൊക്കെയോ എവിടേക്കോ ഒരു മിസ്റ്റേക്ക് ഉള്ളതുപോലെ തോന്നുകയാണ്. പത്മയ്ക്ക് തോന്നാണ് ഈ പറയുന്ന തൻ്റെ ഭർത്താവ് പറയുന്നതിൽ ഒരർത്ഥമുണ്ടെന്ന്. അങ്ങനെ ആ ഒരു സീന് കഴിഞ്ഞു. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആവാണ്. പത്മ എണീറ്റ് വരികയാണ്. അപ്പോൾ താഴെ കാണാം വിജയും ഇന്ദ്രജയും കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വിജയ് പറയാണ്, എങ്ങനെയുണ്ട് ഈ വാച്ച് ഇന്ദ്രജയെ, ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യട്ടെ, അതിനുള്ള പണം നീ എനിക്ക് തരുമോ? ഇതൊന്നും വേണ്ട, നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോഴാണ് ഇങ്ങോട്ടേക്ക് പത്മ കയറി വരുന്നത് കേട്ടോ. അപ്പോൾ പത്മ, എന്താ ഇവിടെ? അതെ, ഓൺലൈനിൽ നിന്ന് ഇദ്ദേഹത്തിന് വാച്ച് വേണത്രേ. അത് കേട്ടോടുന്ന അല്ല, വേദ എണീറ്റില്ലേന്ന് ചോദിക്കേണ്ട കേട്ടോ. ഇല്ല, എണീറ്റില്ല, നേരം 8 കഴിഞ്ഞില്ല, അവൾക്ക് കോളേജൊന്നുമില്ലേ, കോളേജിലോട്ട് പോകണ്ടേ, അവളെന്താ എണീക്കാത്തത്? അയ്യോ അറിയില്ല, ഇന്ന് എണീറ്റ് വരുന്നത് ഞാൻ കണ്ടില്ല, അവൾ ഇനി കോളേജിലേക്ക് പോയോ എന്ന് പത്മ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് ഇന്ദ്രജയോട് പറയണേ. അത് ഇന്ദ്രജ പത്മയോട് പറയണേ. അത് കേട്ടോടെ തന്നെ പത്മക്ക് ദേഷ്യം പിടിക്കണം കേട്ടോ. നീ അവൾ എവിടെയെന്ന് പോയി നോക്ക്, അവൾ കോളേജിലേക്ക് പോയോ എന്ന് നോക്ക്. അവൾക്ക് യാതൊരു ബുദ്ധിയും ബോധവും ഇല്ല, ഇങ്ങനെ നടക്കുകയാണ്, പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെയും കണ്ട് അവൾ കിടന്ന് ഉറങ്ങുകയാണോ? ഉറങ്ങുകയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് കോളേജിലോട്ട് പോകാൻ നോക്കുക എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന ഇന്ദ്രജ ശരി എന്ന് പറയണം. അപ്പോൾ വിജയും കൂടെ പോവാണ് കേട്ടോ. പിന്നീട് പത്മയാണെങ്കിലോ താഴെ ഇങ്ങനെ പേപ്പർ വായിക്കാനിരിക്കുകയാണ്. ആ സമയമാണെങ്കിൽ വന്ന് ഈ വീട്ടിൽ എല്ലാവർക്കും അടുക്കും ചിട്ടയില്ലാത്ത ജീവിതമായി പോയി. എന്തൊരു കഷ്ടമാണ്, മനുഷ്യൻ എല്ലാത്തിലും തലയിടണം എന്നൊക്കെ ഇങ്ങനെ പത്മ പറയാണ്. പിന്നീടാണെങ്കിലോ പത്മ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ദ്രജയുടെ ഫോണ് വരികയാണ്. അപ്പോൾ ഈ സമയം പത്മ, എന്താ ഇവൾക്ക് താഴോട്ട് ഇറങ്ങി വരാൻ വയ്യ, ഇവളെന്തിനാ എന്നെ ഫോണിൽ വിളിക്കുന്നത്? അപ്പോൾ ഉടൻ തന്നെ മമ്മി ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ എന്താടി, എന്താ നിൻ്റെ പ്രശ്നം? മമ്മി ഒന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? നിന്നെ ഞാൻ എന്തേൽപ്പിച്ചതാണ്, ആ പണി ചെയ്തോ? മമ്മി ഒന്ന് വരുന്നുണ്ടോ? അർജൻറ്റാണ് മമ്മി, ഒന്ന് പെട്ടെന്ന് വാ. അത് കേട്ട ഉടൻ തന്നെ എന്താ നിൻ്റെ പ്രശ്നം? ഇപ്പോൾ നിന്നെ നോക്കാൻ, നീ വേദയെ നോക്കാൻ പറഞ്ഞയച്ചിട്ട് നീ എന്നെ വിളിക്കുന്നു. മമ്മി ഒന്ന് വായോ മമ്മി, പ്ലീസ് ദയവ് ചെയ്ത് പെട്ടെന്ന് വായോ. അത് കേട്ട ഉടൻ തന്നെ ശരി ഞാൻ ഇപ്പോൾ വരാം. ഫോൺ കട്ട് ചെയ്ത് മുകളിലോട്ട് പോകാൻ കേട്ടോ. എന്നാൽ ഈ സമയം താൻ മുകളിൽ ചെല്ലുമ്പോൾ വേദയുടെ റൂമിൽ കാണാൻ വിജയും ഇന്ദ്രജയും ഇങ്ങനെ ഞെട്ടലോടുകൂടി നോക്കുന്നു, ഒരു ഭയത്തോടു കൂടി വേറിട്ട് നിന്ന് നോക്കുന്നു. അത് കാണുന്ന പത്മ ചോദിക്കുക, എന്തിനാണ് നീ എന്നെ ഈ സ്റ്റെപ്പ് കയറ്റിച്ചത്? എന്താണ് നിൻ്റെ പ്രശ്നം? നീ എന്തിനാണ് വിളിച്ചത്? മമ്മി അങ്ങോട്ട് നോക്ക് എന്ന് പറയുമ്പോൾ അവിടെ തൻ്റെ മകൾ ഇങ്ങനെ കിടുകിടാ വിറച്ച് പുതച്ചു മൂടി കിടക്കുന്ന ആ ഒരു രംഗമാണ് കേട്ടോ. അയ്യോ എൻ്റെ മോള് എണീറ്റില്ലേ, എന്താ ഇവൾക്ക്? അത് കേട്ടോടെ തന്നെ മമ്മി അങ്ങോട്ട് നോക്ക്, അവൾക്ക് എന്തോ സുഖമില്ല എന്ന് തോന്നുന്നു. അയ്യോ എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റി എന്ന് പറഞ്ഞ് പത്മ വേദയുടെ അടുത്തോട്ട് ചെല്ലാണ് കേട്ടോ. അങ്ങനെ വേദയുടെ അരികിൽ ചെല്ലുമ്പോൾ വേദയുടെ മുഖമൊക്കെ ആകെ ചിക്കൻ ബോക്സ് വന്ന് നിറഞ്ഞിരിക്കുന്നു കേട്ടോ. ഇത് കാണുന്ന പത്മ ആകെ ഞെട്ടലോടുകൂടി നിൽക്കുകയാണ്. അയ്യോ മോളെ, ഈ മമ്മി എനിക്ക് തീരെ വയ്യ എന്നിങ്ങനെ വേദ ചെറിയൊരു ബോധത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം മോളെ നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, ഹൈ പനിയാണല്ലോ, നല്ല പനിയുണ്ടല്ലോ, ഹൈ ഫീവർ ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോൾ ഇന്ദ്രജി ചോദിക്കാം, അമ്മേ അവൾക്ക് പനിയാണോ? പനിയല്ല, സാധാരണ പനിയല്ല, ഇത് അവൾക്ക് ചിക്കൻ ബോക്സ് ബാധിച്ചിരിക്കുന്നു. അയ്യോ ചിക്കൻ ബോക്സോ എന്നും പറഞ്ഞിട്ട് ഇന്ദ്രജയും അതുപോലെ തന്നെ വിജയോ ഒന്നങ്ങ് മാറി നിൽക്കാൻ കേട്ടോ. അവർക്കൊരു ഭയം ഉള്ളിൽ വരികയാണ്. അപ്പോൾ ഈ സമയം അയ്യോ എൻ്റെ കുഞ്ഞിന് ചിക്കൻ ബോക്സ് ബാധിച്ചു, എന്തൊരു കഷ്ടമാണ് ഈശ്വര, ഇതൊന്നും ഈ വീട്ടിലുള്ള ആരോടും പറയാൻ പറ്റത്തില്ലല്ലോ, എന്തൊരു കഷ്ടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അത് കേട്ടിട്ടാണ് കേട്ടോ യതീന്ദ്രൻ വരുന്നത്. അപ്പോൾ യതീന്ദ്രൻ ചോദിക്കുക, എന്താ പ്രശ്നം, എന്താ ഈ റൂമിൽ പ്രശ്നം? അത് ഡാഡി വേദക്ക് എന്ന്
പറയുമ്പോഴേക്കും ഉടൻ തന്നെ വേദയ്ക്ക് എന്ത് പറ്റി, വേദയ്ക്ക് എന്ത് പറ്റിയെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ, ആ എരണം കെട്ടവളെ ഈ വീട്ടിൽ ചിക്കൻ ബോക്സ് ബാധിച്ച് കിടത്താൻ പാടില്ലെന്ന്, ഇതൊരു മറ്റുള്ളവർക്ക് വരുന്ന രോഗമാണ് എന്നുള്ളത് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ, അവളുടെ വീട്ടിലോട്ട് പറഞ്ഞയച്ചോ, എന്നിട്ടിപ്പോൾ കണ്ടില്ലേ എൻ്റെ പൊന്നു മോൾക്ക് ഇത് വന്നിരിക്കുന്നു. അത് കേട്ട ഉടനെ തന്നെ എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന പത്മേ, എന്താ നീ ഇത്ര ക്രൂരമായി സംസാരിക്കുന്നത്, പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം, 1000 വട്ടം നിങ്ങളോട് ഞാൻ പറഞ്ഞു ഈ വീട്ടിൽ അവളെ നിർത്തണ്ടെന്ന്. ഇപ്പം അവളുടെ കുളി കഴിഞ്ഞ് കണ്ടില്ലേ എൻ്റെ പൊന്നുമോള് കിടക്കുന്നത്, എൻ്റെ പൊന്നുമോള് എന്ത് അവസ്ഥയിലാണ് കിടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. അത് കേട്ടോടനെ തന്നെ എന്താ എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ചിക്കൻ ബോക്സ് എന്ന് പറയുന്ന ആർക്കും എപ്പോഴും വരാം, അതൊക്കെ നിന്നോട് പറഞ്ഞതല്ലേ. ഇപ്പോൾ എൻ്റെ കുഞ്ഞ് കിടന്ന് വിറക്കുന്നത് കണ്ടോ, എന്തുമാതിരി പൊന്തിയിരിക്കുന്നു, അവൾക്ക് ഇത്ര പൊന്തിയിട്ടുണ്ടാവില്ല, എന്താ എൻ്റെ കുഞ്ഞിൻ്റെ രൂപം. അപ്പോൾ ഉടൻ തന്നെ ഇത് ഒരാൾക്ക് വന്നല്ല എല്ലാവർക്കും വരും, അത് നീ ഇവിടെ നിന്നും നന്ദിനിയെ പറഞ്ഞയച്ചാലും വരും, പറഞ്ഞയച്ചില്ലെങ്കിലും വരും, ഈ വീട്ടിലെ എല്ലാവർക്കും ചിലപ്പോൾ വരാം, ഭയപ്പെടുന്നവർക്ക് തീർച്ചയായും വരാം. അതൊക്കെ കേൾക്കുന്ന അയ്യോ ഈശ്വര ഒന്നങ്ങ് മാറി നിൽക്കണം കേട്ടോ. അപ്പോൾ അവർക്ക് പേടിയാവാണ്, അയ്യോ നമുക്കും വരുമോ എന്ന് ഇന്ദ്രജയോട് വിജയ് ചോദിക്കുമ്പോൾ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, നിങ്ങളിങ്ങനെ സംസാരിക്കാതെ അത് കേൾക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം എന്തൊരു കഷ്ടമാണ് ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ അത് കേട്ടിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് സൂര്യ കടന്നു വരുന്നത്. അപ്പോൾ സൂര്യ ചോദിക്കുക എന്താ പ്രശ്നം എന്നിങ്ങനെ സൂര്യ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം സൂര്യയോട് യതീന്ദ്രൻ പറയാം, മോനെ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താ ഡാഡി എന്താ പ്രശ്നം, അത് നമ്മുടെ വേദക്ക് എന്ത് പറ്റി, എന്താ പ്രശ്നം, എന്താ എന്നോട് പറ ഡാഡി പറ എന്നൊക്കെ പറഞ്ഞ് സൂര്യ സംസാരിക്കുമ്പോൾ എടാ നമ്മുടെ വേദക്ക് ചിക്കൻ ബോക്സ്. അത് കേൾക്കുന്ന സൂര്യ പൊട്ടി ചിരിക്കാൻ കേട്ടോ. അയ്യോ ചിരി നിർത്താൻ കഴിയുന്നില്ല, എന്തൊരു ചിരിയാണ് ചിരിക്കുന്നത് കേട്ടോ. ഈ സമയം ഈ ചിരി കാണുന്നതിനോട് കൂടിയിട്ട് പത്മക്ക് ദേഷ്യം പിടിക്കുകയാണ്, ഇന്ദ്രജയും വേദയും അങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ എന്തിനാ സൂര്യ നീ ഇങ്ങനെ ചിരിക്കുന്നത് ഡാഡി, പിന്നെ ഞാൻ എങ്ങനെ ചിരിക്കാതിരിക്കാൻ പറ്റുമോ, ചിരിക്കേണ്ട സമയത്ത് ചിരിക്കല്ലാതെ പിന്നെ കരയാൻ പറ്റുമോ ഡാഡി, എന്താടാ നീ പറയുന്നത്, അവൾക്ക് ചിക്കൻ ബോക്സ് ആണ്. അത് കേട്ട ഉടൻ തന്നെ ഡാഡി ഇന്നിവിടെ മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്യാൻ പോവാണ്, ഇന്നിവിടെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യാൻ പോവാണ്, എന്താ എൻ്റെ അളിയന് വേണോ, അളിയനല്ലേ ഭക്ഷണത്തിനോട് കൊതി, അതുകൊണ്ട് അളിയന് ഞാൻ ഓർഡർ ചെയ്യട്ടെ, അളിയന് എന്താ വേണ്ടത്, ചിക്കൻ ബിരിയാണിയോ അതോ മട്ടൻ ബിരിയാണിയോ അതോ അതിക്കും മേലെ എന്തെങ്കിലും വേണമെങ്കിൽ അത് പറഞ്ഞോ, അതോ ചെമ്മീൻ ബിരിയാണിയോ എന്നൊക്കെ ചോദിച്ച് വാക്കുകൾ കൊണ്ട് ഓരോന്നിങ്ങനെ മാറ്റുമ്പോൾ ശരിക്കും ദേഷ്യം പിടിക്കാൻ കേട്ടോ പത്മക്ക്. അങ്ങനെ പത്മ എടോ എന്ന് പറയുമ്പോഴേക്കും ഇവിടെ സൂര്യയോട് യതീന്ദ്രൻ പറയണേ, എന്താ സൂര്യ നീ ഇങ്ങനെ പറയുന്നു, ഒരാൾക്ക് വയ്യാതെ കിടക്കുന്ന സമയത്താണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, അതാണ് ഡാഡി മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് വയ്യാതെ കിടക്കുന്ന സമയത്ത് ഇതുപോലെ എൻ്റെ നന്ദിനിക്ക് വയ്യാതെ കിടക്കുമ്പോൾ ഇവരെന്തൊക്കെയാണ് ചെയ്തത്, ചിക്കൻ ബോക്സ് ഉള്ള വീട്ടിൽ ഇവർ മട്ടൻ ബിരിയാണി അത് ഇത് എന്തെല്ലാം കഴിച്ചു, പിന്നെ എനിക്കായാലെന്താ, അങ്ങനെ പറഞ്ഞിട്ട് സൂര്യ അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഈ സമയം ഉടൻ തന്നെ പത്മ പറയാണ്, ആ തോട്ടക്കാരി പെണ്ണിന് വേണ്ടി ഇവിടെ ഭിക്ഷ യാചിച്ചു എൻ്റെ മകൻ, ഇനിയിപ്പോൾ ഈ വീട്ടിലെ എല്ലാവരും യാചിക്കേണ്ടി വരുമോ, ആ ഒരു അവസ്ഥയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇനി ഇതിന് പരിഹാരമായി. അത് കേട്ട ഉടൻ തന്നെ ഡാഡി മമ്മി പറയുന്നത് ശരിയാണ് എന്നും പറഞ്ഞ് ഇന്ദ്രജ പറയണ്, ഇനിയിപ്പോൾ ഈ വീട്ടിലെ എല്ലാവരും ഭിക്ഷ യാചിക്കേണ്ടി വരുമോ, എന്തൊരു അവസ്ഥയാണ്. അങ്ങനെ സൂര്യ ഡാൻസും ചിരിച്ചും കളിച്ചും ഒക്കെ ഓടി ചെല്ലണം കേട്ടോ. നന്ദിനി എന്ന് പറഞ്ഞ് ചിരിച്ചും കളിച്ച് സൂര്യ ഓടി ചെല്ലുന്നത് കാണുമ്പോൾ നന്ദിനി ചോദിക്കുക, എന്താ സൂര്യ സാർ പതിവില്ലാത്ത സന്തോഷം, പതിവില്ലാത്തതാണല്ലോ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിന് മാത്രം സന്തോഷിക്കാൻ എന്താ സൂര്യ സാറിനുണ്ട്, അതൊക്കെ ഉണ്ട് എൻ്റെ നന്ദിനി, ദൈവം എന്ന ആ ഒരു ശക്തി എത്ര വലുതാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം എത്ര പെട്ടെന്ന് ഓരോരുത്തർക്ക് തിരിച്ചടി കൊടുക്കുന്നതെന്നറിയോ, എന്ത് സൂര്യ സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത്, അതേടോ എന്തൊക്കെയാണെന്ന് പറയുന്നതെന്നോ, താൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അത് കേട്ട ഉടനെ നന്ദി ചോദിക്കുക, എന്ത് ഇഷ്ടപ്പെടുന്ന കാര്യം, എന്ത് സൂര്യ സാർ ഇങ്ങനെ വല്ലാതെ സർപ്രൈസ് നൽകാതെ സൂര്യ സാർ പറയൂ. അപ്പോൾ നന്ദിനി എടോ താൻ വാടോ എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയെ വട്ടം കറക്കുന്നു, അങ്ങോട്ട് ഓടുന്നു, അങ്ങനെ ഒരു ഡാൻസ് കളി തന്നെ സൂര്യ നടത്തുന്നുണ്ട് കേട്ടോ. ഇതേ സമയം എന്താ കാര്യം എന്താണെങ്കിലും തുറന്നു പറ എന്ന് പറഞ്ഞ ഉടനെ തന്നെ പറയണേ, അതെ നിനക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോൾ ഈ വീട്ടിലുള്ളവരൊക്കെ എന്നോട് പെരുമാറിയ രീതി നീ അറിഞ്ഞില്ലെങ്കിലും എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ദൈവം എന്ന ശക്തി അവർക്ക് തിരിച്ചടി കൊടുത്തിരിക്കുന്നു. എന്താ സൂര്യ സാർ പറഞ്ഞത്, തിരിച്ചടി കൊടുത്തിരിക്കുന്നത് എങ്ങനെ, എന്ത് എന്നൊക്കെ നന്ദിനി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ്, എൻ്റെ അനിയത്തില്ലേ വേദ, അവൾക്ക് ചിക്കൻ ബോക്സ്, അവൾക്ക് വന്നിരിക്കുന്നത് ഒരു 1.5 ചിക്കൻ ബോക്സാണ് എന്നൊക്കെ പറഞ്ഞ് ചിരിക്കാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനിയിപ്പോൾ നാളെ വരാനിരിക്കുന്നത് കേട്ടോ.